ഇപ്പോൾ ഗവർണർ മടങ്ങുകയാണ്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ സർവ്വമേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഗവർണർ നടത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ 5 ഗ്യാരണ്ടിയും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് കൂടി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്ത്രീകളെ കൂടുതൽ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക, കൂടുതൽ പദ്ധതികളിലേക്ക് ആകർഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സർക്കാർ ഏറെ പ്രാമുഖ്യം നൽകുന്നുണ്ട് എന്ന ആമുഖത്തോടെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരുമായി വളർത്തിക്കൊണ്ടുവരാനുള്ള ഇടപെടലുണ്ടാകും. വനിതാ സംരംഭകരുടെ കാർഷിക ഇടപെടലുകൾക്ക് വലിയ തോതിലുള്ള പ്രോത്സാഹനം നൽകുമെന്നും പറയുന്നുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കടന്നു വന്നു. അതിൽ KSRTCയുടെയും വയോജനങ്ങളുടെയും കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. നടപ്പിലാക്കുന്ന പോകുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്നുള്ള ഒരു സൂചനയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നൽകുന്നത്. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ഡിമെൻഷ്യ ക്ലിനിക്കുകൾ, ഒപ്പം തന്നെ ബ്രെയിൻ ലോസ്, അത്തരമുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര നടപടികൾ, അത്തരം ഇടപെടലുകൾ നടത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളും ഈ വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരാമർശിക്കുന്ന ഘട്ടത്തിൽ ഗവർണർ പറയുന്നുണ്ട്. കൃഷിക്ക് അതീവ പ്രാധാന്യം നൽകും, പരമ്പരാഗത ചെറുകിട വ്യവസായങ്ങൾക്ക് സഹായം നൽകും, കർഷകരുടെ പ്രശ്നങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ കാണും, അത് പരിഹരിക്കുന്നതിന് വലിയ തോതിലുള്ള ഇടപെടൽ സർക്കാർ നടത്തും എന്നും പറയുന്നുണ്ട്. യുവതലമുറയെ കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തുമെന്നും പറയുന്നുണ്ട്. സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ തടയാൻ കർശന നടപടി, സഹകരണ വിജിലൻസ് കൂടുതൽ കാര്യക്ഷമമാക്കും എന്നുള്ള പ്രഖ്യാപനമുണ്ട്. അത് നേരത്തെ UDFന്റെ കാലത്ത് കരുവന്നൂർ പോലെയുള്ള തട്ടിപ്പുകൾക്കെതിരെ വലിയ തോതിൽ രംഗത്ത് വന്നിരുന്നു. അതിനുള്ള മറുപടി എന്നോണമാണ്. അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പിനെ നവീകരിക്കും. ഈ മദ്യത്തിനും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വ്യാപനം തടയുന്നതിന് സീറോ ടോളറൻസ് ടു ഡ്രഗ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. നേരത്തെ 24 ഏറ്റെടുത്ത ഒരു പരിപാടിയാണിത്. അതിനെപ്പറ്റിയുള്ള ആ 24 അതേ ഉയർത്തിയ അതേ മുദ്രാവാക്യം തന്നെയാണ് ഈ സീറോ ടോളറൻസ് ടു ഡ്രഗ് എന്ന നിലയിൽ ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിലും കടന്നു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.